എന്നും ജനങ്ങളായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ശക്തി. ജനങ്ങളെ കണ്ടാൽ വല്ലാത്ത പ്രലോഭനത്തിൽ വീഴുന്ന ആളുമായിരുന്നു അദ്ദേഹം. എവിടെ വി എസ് ഉണ്ടോ അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാകും. അത്ര വലിയൊരു ക്രൗഡ് പുള്ളറായിരുന്നു വി എസ് അച്യുതാനന്ദന്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ, അത് നീട്ടിയും കുറുക്കിയും വലിച്ചു മുറുക്കിയും ഒക്കെയുള്ള ആ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ എന്നും ഒഴുകിയെത്തി. വി എസ് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനസാഗരം ഒഴുകി വരും. അപ്പോൾ വി എസിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം അത്ര വലിയൊരു പ്രസംഗകനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എന്നും ആളുണ്ടായിരുന്നു. ഇത്രയധികം ശ്രോതാക്കളെ ഉണ്ടാക്കാൻ കഴിഞ്ഞ, ഇത്രയധികം കാണികളെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ജലനേതാക്കൾ നമുക്ക് കുറവായിരുന്നു. വാക് സാമർഥ്യം കൊണ്ടോ വാക് തോരണി കൊണ്ടോ മാത്രമായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ജനങ്ങളെ ആകർഷിച്ചത്. ചോരകനിയുന്ന ആത്മാർത്ഥതയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും പിറവി കൊണ്ടത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തിയും അതുതന്നെയായിരുന്നു ജനങ്ങളുടെ ദൗർബല്യവും. വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയെ വല്ലാതെ ആരാധിച്ചിരുന്നു. വി എസ് എത്തുന്നിടത്തെല്ലാം ജനം തിങ്ങിക്കൂടി. കുട്ടികൾ, യുവതികൾ, മുതിർന്നവർ, ഏത് പ്രായക്കാർക്കും ഏത് മനുഷ്യർക്കും ഈ മനുഷ്യനോട് മനസ്സ് തുറക്കാൻ ആമുഖങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്ത അവസാന പൊതുപരിപാടി. തീരെ വയ്യാഞ്ഞിട്ടും വി എസ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. 14,465 മിന്നും ഭൂരിപക്ഷമാണ് വി എസിനെ വിശ്വസിച്ച വട്ടിയൂർക്കാവിലെ ജനം വി കെ പ്രശാന്ത് എന്ന യുവ നേതാവിന് നൽകിയത്. സാധാരണക്കാരൻ്റേതായിരുന്നു വി എസിന്റെ ഭാഷ. നീട്ടിയും കുറുക്കിയുമുള്ള ആ പ്രസംഗങ്ങൾ ചെന്നു തൊട്ടത് ജനഹൃദയങ്ങളിലായിരുന്നു. കേരളത്തിന്റെ കണ്ണായ കായൽ പ്രദേശങ്ങൾ നികത്തി നാടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ പ്രശ്നം. തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പാർട്ടി തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനും ജനങ്ങളെ മുൻനിർത്തി പ്രതിരോധിക്കാനും വി എസ് ചങ്കൂറ്റം കാട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വി എസിന് മാത്രം സാധ്യമായ ആ അപൂർവതകളെല്ലാം ഇനി ചരിത്ര പുസ്തകത്തിന്റെ ഭാഗം. റിസർച്ച് ഡെസ്ക് 24.